ഹായ്, ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഞാൻ ഇത് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ ആയിട്ടാണ് വീഡിയോ ഇട്ടിട്ട്. അപ്പം ഞാൻ ഇന്നൊരു സിനിമ പോയി കണ്ടു. ഏത് സിനിമ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, എമ്പുരാൻ. അപ്പോൾ ലൂസിഫർ കഴിഞ്ഞ് അടുത്ത് ഇറങ്ങിയതാണ് എമ്പുരാൻ. അപ്പോൾ ഞാൻ ഏതോ 9 മണീൻ്റെ ഷോയ്ക്കാണ് പോയി കണ്ടത്. ഞാൻ അത്ര എക്സ്പെക്റ്റേഷൻ ചെയ്തിട്ട് പോയത് ആ സിനിമ കേട്ടോ. കാരണം വെച്ചാൽ ഇതിൻ്റെ നമ്മൾ ഇവരുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ, യൂട്യൂബിൽ കണ്ടിട്ടുണ്ടല്ലോ, മോഹൻലാലിൻ്റെ അവരുടെയൊക്കെ കൂടി അവർ മറ്റേ തെലുങ്കിൽ പോകുന്നു, തമിഴിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. നമ്മുടെ എക്സ്പെക്റ്റേഷൻ ലെവൽ വേറെ ലെവലായിരുന്നു. ഞാൻ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചു. ഞങ്ങൾ 2 പേരാണ് പോയത്, എൻ്റെ ഫ്രണ്ടാണ് പോയത്. എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോയതാണ് സിനിമയ്ക്ക്. എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല. എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞ സംഭവം പെടച്ചു. അത് പൃഥ്വിരാജ് കാണിച്ചു തന്നു എന്താ ഡയറക്ഷൻ എന്നുള്ള കാര്യം. ആ ലെവലിലാണ് ഡയറക്ഷൻ പോയിരിക്കുന്നത്, ലെവൽ. പിന്നെ എൻ്റെ പടത്തിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വാവ് എന്ന് പറയാൻ എനിക്ക് ഇല്ല. കൊള്ളാം, വൺ ടൈം വാച്ച് അത്രേ ഉള്ളൂ. അല്ലാതെ വാവ് അത്രയൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം വെച്ചാൽ നമ്മളൊരു 150 രൂപ കൊടുക്കുകയാണെങ്കിൽ ആ 150 രൂപേൻ്റെ ഒരു സംഭവം അതിനകത്ത് ആക്കിയിട്ടുണ്ട്. അല്ലാതെ വേറെ അങ്ങനെ ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകണം. ഒരു വണ്ടി പോകുന്ന പോലെ ഇങ്ങനെ പോവും. വേണേ കാണാൻ വേണ്ടേ കാണണ്ട. എന്നുവെച്ചാൽ നമ്മൾ ഈ ഇംഗ്ലീഷ് മൂവി കാണൂലേ, ആ ഒരു ലെവൽ. ഞാൻ തിയേറ്ററിൽ പോയി ഇരുന്നിട്ട് തുടങ്ങിയപ്പോൾ എന്താ വെച്ചാൽ ദൈവമേ, മലയാള സിനിമ തന്നെയാണ്. കാരണം വെച്ചാൽ മലയാളം പറയുന്നില്ല ഇതിനകത്ത്, ഫുള്ള് ഹിന്ദി. അങ്ങനത്തെ സബ് ടൈറ്റിൽ വായിക്കണം താഴെ. ഈ സബ് ടൈറ്റിൽ വായിക്കാൻ അറിയാത്തവരെന്താ ചെയ്യുക? അവർ വിളിച്ചു. എൻ്റെ അടുത്തൊരു ചേട്ടൻ ഉണ്ടായിരുന്നു, പുള്ളിക്കാണെങ്കിൽ സബ് ടൈറ്റിൽ വായിക്കാൻ അറിയത്തില്ല. അപ്പോൾ പുള്ളി ഹാഫ് കഴിഞ്ഞിട്ടുണ്ട് ചോദിച്ചു, മോൻ ഇതെന്ത് സംഭവം, എന്ത് കഥ, ഇത് മോഹൻലാലിൻ്റെ സിനിമയാണോ? അത് കഴിഞ്ഞ് ഹാഫ് കഴിഞ്ഞിട്ടാണ് കുറച്ചെങ്കിലും കൊള്ളാം എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. പക്ഷെ മോഹൻലാൽ വന്നിട്ട് മോഹൻലാലിൻ്റെ ആക്ടിങ് കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടെ എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. നല്ല സിനിമയായിട്ട് എനിക്ക് സെക്കൻഡ് ഹാഫാണ് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ കുഴപ്പമില്ലാത്ത സംഭവങ്ങളൊക്കെ മോഹൻലാലിനെ കിട്ടിയിട്ടുണ്ട്. ആകെ സത്യം പറഞ്ഞാൽ ഞാൻ അവിടുത്തെ മോഹൻലാലിൻ്റെ അകത്ത് ഗസ്റ്റ് റോളാണ്. കാരണം വെച്ചാൽ അത്ര ഡയലോഗും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ കുറച്ച് മാസും കുറച്ച് സ്ലോ മോഷനും അതൊക്കെ ഉള്ളൂ സിനിമയിൽ. പിന്നെ ഒരു 3 ഹെലികോപ്റ്റർ ഇതിലെ പറക്കുന്നു, 3-4 ഹെലികോപ്റ്റർ ഇതിലെ പോകുന്നു, ഒരു പ്ലെയിൻ മുകളിൽ കൂടെ പോകുന്നു, ഒരു പ്ലെയിൻ താഴെ കൂടെ പോകുന്നു. പ്ലെയിനും ഹെലികോപ്റ്ററും പിന്നെ തോക്കും സംഭവം എല്ലാം പിടച്ച സാധനമാണ്. പക്ഷെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അത്രയും ഇല്ല, അത്രേ ഉള്ളൂ. കണ്ടത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അതിൽ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ലൂസിഫർ ആട്ടോ. ലൂസിഫർ മാസമാണ്. പക്ഷേ ഇതിൻ്റെ തേർഡ് പാർട്ട് ഇറങ്ങുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കറിയാൻ പാടില്ല കേട്ടോ. എനിക്ക് ഇതിൽ കണ്ടു വെച്ചിട്ട് തേർഡ് പാർട്ട് ഇറങ്ങാതിരിക്കുന്ന ഏറ്റവും നല്ലത്. അപ്പം നിങ്ങൾ എന്തായാലും സിനിമ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല നോക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രേ ഇഷ്ടപ്പെട്ടുള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ അത്രയും ഹൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് പോയിട്ട് എനിക്ക് അതിൻ്റെ ഉള്ള സംഭവം കിട്ടിയിട്ടില്ല. കുറേ നേരം AC-യിൽ ഇങ്ങനെ ഇരുന്നതല്ലാതെ എനിക്ക് അതിൻ്റെ ഇത് കിട്ടിയിട്ടില്ല. അതായത് നിങ്ങൾ പോയി കാണുക. അപ്പോൾ സിനിമ കണ്ടവരെന്തായാലും കമൻറ്റ് താഴെ ഇടണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബൈ, സീ യു.